ക്രിയാറ്റിൻ 2.4 അങ്ങനെ നിങ്ങൾ നെഫ്രോളജിസ്റ്റിനെ കാണണം എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് പറ്റും. അവിടെ നെഫ്രോളജിസ്റ്റിനെ കണ്ടപ്പം പറഞ്ഞ് ആൾക്ക് കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ട്, ഇതിന്റെ തുടർന്ന് ട്രീറ്റ്മെന്റ് ചെയ്യണമെന്ന് പറഞ്ഞു. കിഡ്നിയുടേതും ഇതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്, യൂറിക് ആസിഡ്, കൊളസ്ട്രോള്, BP ഒക്കെ മെഡിസിൻ അതിലൂടെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പേരെന്താ? താഹിറ. കണ്ടത് ഇവിടെ വന്നത് കട പ്രശ്നമായിട്ടാണ് വന്നത്. 20 വർഷമായിട്ട് മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. 20 വർഷമായിട്ട് എന്തിനും BP പ്രശ്നമായിട്ടാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ആൾക്ക് കാലിന് നീര്, കാല് കൈയൊക്കെ ഭയങ്കര വേദന അങ്ങനെയൊക്കെ ആയിട്ടാണ് ഞങ്ങള് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നത്. കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നീര് കണ്ട സമയത്ത് അവർ പറഞ്ഞ് ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ കിഡ്നിയുടെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ക്രിയാറ്റിൻ 2.4 അവിടെ നെഫ്രോളജിസ്റ്റിനെ കണ്ടപ്പം പറഞ്ഞ് ആൾക്ക് കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ട്, ഇതിന്റെ തുടർന്ന് ട്രീറ്റ്മെന്റ് ചെയ്യണമെന്ന് പറഞ്ഞു. മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കഴിച്ച് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴേക്ക് ക്രിയാറ്റിൻ കൂടി 7 അങ്ങനെ ഞങ്ങൾ കണ്ണൂര് നിംസ് ഹോസ്പിറ്റലിലേക്ക് അവിടെ വേറൊരു സാറിനെ കാണാൻ വേണ്ടി പോയി. അപ്പൊ അവര് പറഞ്ഞ് ഇത് ഡയാലിസിസ് ചെയ്യണം, കാരണം മറ്റേ ബുദ്ധിമുട്ടാവും. അപ്പൊ കാല് നീരൊക്കെ വന്ന് നല്ല ബുദ്ധിമുട്ടിലായി. ആ സമയത്താണ് എന്റെ മോന്റെ ഒരു ഫ്രണ്ട് വഴി നിസാറിനെ അറിയുന്നത്. 4000 രൂപയുടെ മെഡിസിന്, ടെസ്റ്റ് ഒക്കെ കൂടി ഒരു 10 ഞങ്ങൾക്ക് ഒരു മാസത്തിൽ ചെലവാകും. അവിടെ ഇത്രയും കാശ് കളയുന്നുണ്ടല്ലോ, ഒന്ന് നിസാർ സാറിനെ കണ്ടിട്ട് പറഞ്ഞു. അങ്ങനെ 5 വർഷം മുമ്പേ നിസാർ സാറിനെ കണ്ട് അന്ന് മുതൽ ഇതുവരെ ഒരു മെഡിസിനും ഇതുവരെ ഉപയോഗിച്ചില്ല. ക്രിയാറ്റിൻ നോർമലായി. എന്ത് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാലും സാറിനെ വിളിക്കും, ഇവിടെ വരും, ട്രീറ്റ്മെന്റ് ചെയ്യും. ഞാനും ഞങ്ങളെ ഫാമിലി മൊത്തം ഇപ്പൊ എന്ത് ബുദ്ധിമുട്ട് വന്നാലും സാറിന്റെ പേഷ്യന്റ് ആണ്. ഇക്കാട് അനിയന്റെ മോൾ ഇവിടെ പഠിക്കാൻ ഞങ്ങൾ കഴിയുന്ന ആൾക്കാരോടൊക്കെ പറയും മെഡിസിൻ കഴിക്കണ്ട, കഴിഞ്ഞതിൽ തന്നെ ചെയ്യാൻ വേണ്ടി. കണ്ണൂർക്ക് ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്.